വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിസ്ന ഫ്രാൻസിസ്. അപ്പോൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ ഒരു സമ്മർ ഡ്രസ് ഹാളാണ്. ഞാൻ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് കോട്ടൺ ഡ്രസ്സസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ഡ്രസ്സസിനൊക്കെ നല്ല റേറ്റുമാണ്. അപ്പോൾ ഞാനിങ്ങനെ തെരഞ്ഞു പിടിച്ച് വാങ്ങിച്ച കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു ഫുൾ ലെങ്ത് വരുന്ന ഒരു ഹക്കോബ ഡ്രസ്സാണ്. എ ലൈൻ ഡ്രസ്സാണ്. കോർണൊക്കെ വന്നിട്ട് ഇവിടെ എലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പഫ് സ്ലീവ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ലൂസായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഈ ഹക്കോബ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഹക്കോബ മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെയൊരു പോക്കറ്റും കൂടി ഉണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സുമാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് 1190 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അപ്പം ഇതിന് ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിന് യൂസ് ചെയ്തേക്കുന്ന ലൈനിങ് എന്ന് പറയുന്ന ഒരു പോളിസ്റ്റർ കൈൻഡ് ഓഫ് ലൈനിങ് ആണ്. ഇതും കൂടെ കോട്ടൺ ആയിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ. അത്രയ്ക്ക് നല്ല ഡ്രസ്സാണ് കേട്ടോ. ആ ഒരു പ്രൈസിന് ഇതിലൊക്കെ ഒരു പ്രെറ്റി പിങ്ക് എന്ന് പറഞ്ഞൊരു പേജുണ്ട്. അതൊരു പാർട്ടി വെയർ കളക്ഷനൊക്കെ ചെയ്യുന്നൊരു പേജാണ്. അവരുടെ തന്നെ സബ് പേജാണ് പ്രെറ്റി ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു പേജ്. അതിനകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാഷ്വൽ ഡ്രസ്സസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വാങ്ങിച്ച ഒരു ഡ്രസ്സാണ് ഇത്. അടുത്ത ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സാണ്. ഇതും ഒരു ഹക്കോബ മെറ്റീരിയൽ ചെയ്ത ഡ്രസ്സാണ്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. നല്ല കോട്ടൺ ഹക്കോബ മെറ്റീരിയലാണ്. റസ്റ്റ് ഓറഞ്ച് കളറിലുള്ളൊരു ഡ്രസ്സാണ്. വി നെക്കാണ് കൊടുത്തേക്കുന്നത്. പാനൽ കട്ടാണ് ചെയ്തേക്കുന്നത്. 3 പാനൽ കട്ടാണ് ചെയ്തേക്കുന്നത്. ബാക്കിലും പാനലാണ്. ടക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ഷേപ്പിൽ കിടക്കാൻ വേണ്ടി. എൻ്റെ ബാക്കിലെ നെക്കൊക്കെ നല്ല ഇറങ്ങിയായിരുന്നു ഉണ്ടായിരുന്നത് ആ മോഡലിൽ. ഞാനതൊക്കെ കയറി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ വീനക്ക് ഞാൻ കുറച്ചുകൂടെ ഡെപ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കമ്മ്യൂണിക്കേഷനിൽ ഒരു മിസ്മാച്ച് കൊണ്ടാണ് ഇങ്ങനെ ഇച്ചിരി കയറിപ്പോയത്. എനിക്ക് കുറച്ചുകൂടെ ഇറക്കമുള്ള വീനക്കായിരുന്നു ഇഷ്ടം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഡ്രസ്സ് ഓർഡർ ചെയ്യുമ്പോൾ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ പറയാനുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് പറയുക. എല്ലാം അവിടെ എനിക്ക് ഒരു ചെറിയൊരു ഇത് പറ്റിയതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഇത് വന്നില്ല. പക്ഷേ എങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഈ നെക്കിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. റേറ്റ് 1290 ആണ്. ഇതിൻ്റെ ലൈനിങ്ങും യൂസ് ചെയ്തേക്കുന്ന കോട്ടൺ ലൈനിങ് അല്ല. കോട്ടൺ ലൈനിങ് കൂടി ആയിരുന്നു. ഈ ഡ്രസ്സൊക്കെ അടിപൊളിയായിരുന്നു. 1290 ഒരു 50 റുപ്പീസ് ആ ലൈനിങ് തുണീൻ്റെ എക്സ്ട്രാ വന്നാലും അടിപൊളി ഡ്രസ്സാണെന്ന് ഞാൻ പറയും. ഇതും ഞാൻ വാങ്ങിച്ചത് സെയിം പേജിൽ നിന്നാണ്, പ്രെറ്റി ബഡ്ജറ്റ്. അപ്പോൾ ഈ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വാങ്ങിക്കേണ്ടവർ കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്. ഇങ്ങനെ സെൽഫ് പ്രിൻ്റ് അല്ലല്ലോ, മെറ്റീരിയൽ തന്നെ കണ്ടോ, ഒരു സെൽഫായിട്ട് ഒരു ത്രെഡും കൊണ്ടുള്ള ഈ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. മസ്റ്റാർഡ് യെല്ലോ കളറിലുള്ള ഒരു ഡ്രസ്സാണ്. ജനസ്യ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഞാൻ അവരുടെ തന്നെ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ജനസ്യ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ വാങ്ങിച്ചത് 850 റുപ്പീസിന്. 850 ആയില്ല, അതിലും താഴെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഓഫറിൽ കിടക്കുന്നുണ്ടായിരുന്നു 950 സംതിങ്ങിന്. പിന്നെ ഒരു ഫസ്റ്റ് ടൈം യൂസറിൻ്റെ ആണെന്ന് തോന്നുന്നു, അതും കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 800+ കിട്ടിയത്. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് കുറച്ച് നല്ല റേറ്റ് ആണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത്. 3000+ എങ്ങാണ്ടാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഈ ഡ്രസ്സ് എനിക്ക് നോർമൽ കുർത്ത ഡ്രസ്സിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ട് തോന്നിയിട്ട് അങ്ങനെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. നല്ല സ്റ്റൈലിഷാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ എംബ്രോയിഡറി ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെയൊരു ലേസ് പോണുണ്ട്. അത് മാത്രമല്ല സ്ലീവിലും ഉണ്ട് ഇങ്ങനെയൊരു ലേസ് ഡീറ്റെയിലിങ്. അത് പിന്നെ ഇവിടെ 2 ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കട്ടാണ് കേട്ടോ. ഈ നമ്മുടെ ഈ സ്ലീവ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ഒരു കട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഞൊറികൾ വന്നിട്ടുണ്ട് ബാക്കോട്ട് 2 സൈഡിലും ഇങ്ങനെ കണ്ടോ. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡ്രസ്സായിട്ട് നമുക്കിത് വെയർ ചെയ്യാം. ഇഷ്ടപ്പെട്ടു. മീഡിയം സൈസാണ് എടുത്ത്. എപ്പോഴും വാങ്ങിക്കുമ്പോൾ സൈസ് ചാർട്ടും കൂടെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ സൈസിൽ ഇഷ്യൂസ് വരുവേ. ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉള്ളൊരു ഡ്രസ്സാണ്. പക്ഷേങ്കിൽ ഒരു പ്രശ്നം, ഇത് ഇടുമ്പോൾ നമ്മൾ സ്ലിപ്പ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. അങ്ങനെയുള്ളൊരു നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നെക്സ്റ്റ് ഡ്രസ്സ് ഇതാണ്. ഇത് ഒരു കിഡിലൻ കോട്ടൺ ഡ്രസ്സാണ്. ഇത് നമ്മളിങ്ങനെ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണെങ്കിലും നല്ലൊരു ഡിസൈനർ വെയർ പോലെയാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് നല്ല പക്ക ഫിറ്റാണ് കേട്ടോ. അടിപൊളി സ്റ്റിച്ചിങ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കട്ട് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ ഞൊറി കൊടുത്തിട്ടുണ്ട് മേളിലോട്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ താഴേക്ക് ഫുള്ളിങ്ങനെ പാനൽ കട്ടായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല ഫിറ്റിങ്ങോടെ നിൽക്കും. നല്ല രസമുണ്ട്. ഇത് ഒരു പഫ് സ്ലീവാണ്. ഇതുണ്ടോ, ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ്. ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെയൊരു ബ്ലൂ ഫ്ലവേഴ്സിൻ്റെ പ്രിൻസാണ് വന്നേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ വി നെക്കാണ്. ഒരു ചെറിയൊരു കേർവ് ആയിട്ടുള്ളൊരു വി നെക്കാണ്. ഇതിൻ്റെ റേറ്റ് 750 രൂപ. ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. 1900-ൻ്റെ ആ ഒരു റേറ്റിനാണ് വാങ്ങിച്ചത്. ഈ ബ്രാൻഡിൻ്റെ പേര് രാഘവി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഇതിനകത്ത് പിങ്ക് ഫെബിൾസ് എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ മിന്ത്രയിൽ ഞാൻ കണ്ടത് രാഘവി, അങ്ങനെയാണ് ഈ ബ്രാൻഡിൻ്റെ പേര് ഞാൻ കണ്ടത്.
അപ്പം ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് ഫീൽ ചെയ്ത്, നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഈ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ എന്താണെങ്കിലും സ്ലിപ്പ് യൂസ് ചെയ്യണം. നല്ല ട്രാൻസ്പെറൻ്റ് ആണ്, നല്ല കോട്ടൺ മെറ്റീരിയലാണ്, പക്ഷേങ്കിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആണ്, ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഡ്രസ്സ് ഇതാ ഈ ഒരു ഡ്രസ്സാണ്. ഇത് ആക്ച്വലി ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഒത്തിരി പേര് ഇടുന്നതും പിന്നെ അതുപോലെ തന്നെ കുറേ ആഡ്സിലൊക്കെ കണ്ടിട്ടുള്ളൊരു ഡ്രസ്സാണ്. അങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹം തോന്നി വാങ്ങിച്ചാണ്. ഇത് ആക്ച്വലി ഒരു ഷോർട്ട് ഡ്രസ്സാണ്, ഒരു നമ്മുടെ നീ ലെങ്ത്തിന് തൊട്ട് മേലിലാണ് കിടക്കുക കേട്ടോ. നല്ല എംബ്രോയ്ഡറി വരുന്ന നല്ല കോട്ടൺ മെറ്റീരിയലാണ്, അതിനകത്ത് നല്ല അടിപൊളി എംബ്രോയ്ഡറിയാണ് വന്നേക്കുന്നത്. വെക്കേഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ഇങ്ങനെ ഒരു പഫ് സ്ലീവാണ് വന്നേക്കുന്നത്. ആലിയ കട്ടാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. റേറ്റ് ഞാൻ പല സൈറ്റിലും പല റേറ്റാണ് കണ്ടേക്കുന്നത്. അപ്പം ആ കണ്ടതിൽ ഏറ്റവും കുറവുള്ളിടത്തു നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഞാൻ വാങ്ങിച്ചത് 1650 റുപ്പീസിനാണ്. ഇത് സിമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ കുറേ സ്ഥലത്ത് ഈ സെയിം ഡ്രസ്സ് 2000 അബോവ് ആ ഒരു റേഞ്ചിലൊക്കെ കണ്ടു കേട്ടോ. ഇവിടെയാണ് ഞാൻ കൂടുതൽ അഫോർഡബിൾ ആയിട്ട് കണ്ടത്, അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓഫ് വൈറ്റിൽ ഇങ്ങനെ പ്രിൻസ് വരുന്ന ഒരു ഡ്രസ്സ്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തേക്കുന്നത് മീഡിയമാണ്. അപ്പം എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഒരു സൈസ് കൂടുതൽ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ മീഡിയം എടുത്തുകൊണ്ട് എനിക്കിത് കറക്റ്റ് ഫിറ്റായിട്ടാണ് കിടക്കുന്നത്, പക്ഷേ ഇത് കുറച്ച് ലൂസിൽ കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല, ബാക്കിൽ ഇതിൻ്റെ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ഫിറ്റിൽ കിടക്കുന്നതിലും രസം കുറച്ച് ലൂസിൽ കിടക്കുന്നതാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഈ ഒരു ഷോർട്ട് ഡ്രസ്സ്. ഇനി നെക്സ്റ്റ് ഡ്രസ്സിലേക്ക് പോവാം. ഈ സമ്മറിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ്. യെസ്, ഇത് ഒരു കുർത്തയാണ്. ഈ ഒരു കുർത്തയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റാണ്. സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പിടിക്കുമ്പോഴത്തേനും ഇങ്ങനെ ആയിപ്പോകുന്ന കുഞ്ഞി കുട്ടികളുടെയൊക്കെ മെറ്റീരിയലില്ല, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ഫുൾ ഇങ്ങനെ സെൽഫായിട്ടൊരു ഡോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ വീവിങ്ങിൽ തന്നെ വന്നേക്കുന്നതാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ നല്ലൊരു നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ലേസ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഓൾ ഓവർ ഇങ്ങനെ നിറച്ചു ഇങ്ങനെ ബൂട്ടാസ്, ഫ്ലോറൽസിൻ്റെ ബൂട്ടാസ് വന്നിട്ടുണ്ട്, പിങ്ക് ആൻഡ് പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ. പിന്നെ സ്ലീവാണ് നല്ലൊരു ഹൈലൈറ്റ്. സ്ലീവിൽ ഇതാ ഇങ്ങനെ ഹെവി ആയിട്ടൊരു ആ കളർ കോമ്പിനേഷനിൽ തന്നെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. 2 സ്ലീവിലും ഇങ്ങനെ ഒരു ലേസും വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആക്ച്വലി എടുത്തിട്ട് കുറേ നാളായിട്ടുള്ളതാണ്. ഞാനിപ്പം വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായില്ല. അപ്പം ഞാൻ ഓർത്ത് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം, കാരണം ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ അജിയോയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കിടക്കുന്നത്, പക്ഷേങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇത് ബ്രാൻഡ് ഇൻഡിപിക്സിൻ്റെയാണ്. ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോയിലും 2 കുർത്താസിറ്റ് ഇൻഡിപിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആയിരുന്നു. അപ്പം ഇത് നല്ല അടിപൊളി ഒരു ബ്രാൻഡാണ്. പക്ഷെ നമ്മൾ നോക്കിയെടുക്കണം, കോട്ടൺ മെറ്റീരിയൽ തന്നെ നോക്കിയെടുക്കണം. ആ ഒരു പ്രശ്നമുള്ളൂ. നിങ്ങളതിപ്പോൾ എവിടെ നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചാലും നമ്മൾ അത്രയ്ക്ക് കെയറിങ് ആയി ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അത്ര ഉറപ്പുണ്ടെങ്കിലേ വാങ്ങിക്കാവുള്ളൂ. എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് വാങ്ങിക്കണം. മെറ്റീരിയൽ ആണെങ്കിൽ, വർക്കാണെങ്കിൽ. ഇപ്പോൾ നിങ്ങളൊരു ഡ്രസ്സ് ഇൻസ്റ്റഗ്രാമിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് ചോദിക്കണം, അത് വാഷബിൾ ആണോ, നോർമൽ വാഷ് ചെയ്യാൻ പറ്റുമോ, ഡ്രൈ വാഷ് തന്നെ വേണോ. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് നമുക്ക് പറ്റുന്നത് നമ്മൾ വാങ്ങിക്കുക. ഇത് നല്ല ലെങ്ത് ഉള്ളൊരു കുർത്തിയാണ്. അത് മാത്രമല്ല ഇതിന് ലൈനിങ്ങും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല കോട്ടൺ സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ്ങും ആണ് ഇതിൻ്റെ കേട്ടോ. പിന്നെ അടുത്തത് ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നൊരു പാൻറ്റാണ്. എന്താ ഈ ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാറ്. ഇത് എനിക്ക് കാണിക്കണം തോന്നി. ഇത് അജിയോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. ഇതാ താഴെ ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് വരുന്ന ഒരു പാൻറ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇങ്ങനെ ഒരു ഗ്ലിറ്ററിങ് ഉള്ള ഒരു സ്ട്രൈപ്സും ഇതിലൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇത് ബാക്കിൽ ഇങ്ങനെ ലാസ്റ്റിക് വന്നിട്ടുള്ള ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ്. ഇത് ആവാസ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? ഇത് ഞാൻ വാങ്ങിച്ചത് 250 300 ആ ഒരു റേഞ്ചിലാണ്. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 700 എബോവ് എത്രയാണ്. പക്ഷേ എങ്കിൽ അജോയിൽ ഇങ്ങനെ എപ്പോഴും ഓഫേഴ്സിൽ കിടക്കാറുള്ള ഒരു പാൻറ്റാണ്. ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിലും ആണോന്നറിയില്ല, ചില സൈസൊക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ അഥവാ സൈസ് ഇല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് വിഷ് ലിസ്റ്റിലിട്ടിട്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു പാൻറ്റാണ്, അടിപൊളി ആയിട്ടുള്ളൊരു പാൻറ്റാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഈ പാൻറ്റ് തന്നെ 2 എണ്ണം ഉണ്ട്. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സിനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും തന്നെ ഉണ്ട് ഈ പാൻറ്റ്. അത്രയ്ക്ക് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ പിന്നെയും വാങ്ങിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇനി പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.